ചേച്ചിയെ പരിസരത്തൊന്നും കാണാനില്ലല്ലോടാ. ഈ ഏരിയയിലോട്ട് കയറി അമ്മ ഓടിക്കും. ആരെങ്കിലും എങ്ങനെയുണ്ട്? സൂപ്പർ നാരങ്ങയാണ്, പക്ഷെ കുറച്ചൊന്നും തണുപ്പാണ്. മനപ്പൂരോടാത്താണ്. ഇപ്പൊ ഉണ്ടല്ലോ തണുത്ത വെള്ളം കുടിച്ച അപ്പൊ തന്നെ ജലദോഷം പോലും തോന്നില്ലാടാ. അതെന്തൊരു ജലദോഷം പോലെ തോന്നല്? എടാ ഒരു ഫീലിംഗ്, ജലദോഷം വരണ പോലെ ഫീലിംഗ്. പിന്നെ രാത്രി കൂടെ കുടിച്ചാ പറയേ വേണ്ട. അത് പിന്നെ അമ്മ പ്രത്യേകം പറയാറുണ്ടല്ലോ, തണുത്തുള്ള അധികം കുടിക്കല്ലേ. ഹായ്, രണ്ടും കൂടെ അടുക്കളയിൽ നിന്ന് തിമിർക്കുകയാണല്ലേ? ഇതാരിത്? കൊറേ ആയല്ലേ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. എന്താ പറ്റിയ, സുഖല്ലേ? എന്റെ പൊന്നോളെ കാലെടുത്ത് താഴെ വെച്ചേ. അമ്മ അടുക്കളയിൽ കാല് കുത്തില്ലെന്നാ പറഞ്ഞേക്കണേ. അമ്മ എങ്ങാനും കണ്ടുകൊണ്ട് വന്ന ആ കാലം അങ്ങ് തല്ലി ഓടിക്കും. അതെ കേശു, ശിവ, ഒന്ന് അമ്മയടുത്ത് പറഞ്ഞത് ഡീൽ ചെയ്യടാ. എടാ അമ്മ കട്ട കലിപ്പാണ്, എന്നെ ഒന്ന് സഹായിക്ക്. കുറച്ച് കഴിയുമ്പത്തേക്ക് അമ്മ അങ്ങ് അലുത്തോളും. അതുവരെ ചേച്ചി കൗണ്ടർ അടിക്കാണ്ടിരുന്നാ മതി. അത് ഞാൻ മനഃപൂർവ്വം അടിക്കണതല്ലോ, അറിയാതെ വായിന്ന് വീഴുന്നല്ലേ. അതിനാണ് അമ്മയുടെ കയ്യിന്ന് അറിയാതെ അടിയും കിട്ടുന്നത്. നീ മിണ്ടരുത്, നീ ഒറ്റൊരുത്തി കാരണമാണ്. നീ എന്താ പറഞ്ഞേ? അടുക്കളയിൽ വന്നപ്പോ തീ കണ്ടെന്നാ? അയക്കെല്ലാം പച്ചയായിരുന്നെങ്കിൽ ഒന്നും പറ്റിയില്ലല്ലോടി. പച്ചയായിരുന്നെങ്കിൽ അച്ഛൻ അറിയുമ്പോ അയ്യോ. അച്ഛനെ പോലെ തന്നെ നടക്കാത്ത കാര്യത്തിനൊക്കെ കഥ ഉണ്ടാക്കി പറയുകയാണ്. ഡാ, ഈ അടുക്കളയിലോട്ട് കയറാനേ ഒരു ധൈര്യം കിട്ടണല്ലോ. ചിലപ്പോ അമ്മ വൈലന്റ് ആവും. എന്റെ അഭിപ്രായത്തിൽ ചേച്ചി തൽക്കാലം റൂമിൽ പോയില്ലേ? എടാ അത് പറ്റണില്ല എന്നെ കൊണ്ട്. ഇത്രയും നാൾ ഈ അടുക്കള കയറി നിരങ്ങിയത് കൊണ്ടേ എപ്പോഴും അടുക്കള കയറാനൊരു തൊര. അതാ പറഞ്ഞുണ്ട്, ഇപ്പൊ തീരുമാനവും. എന്താ ഇവിടെ കാര്യം? ഞാൻ അടുക്കള കയറിക്കോട്ടെ അമ്മ. വേണ്ടെന്ന് പറഞ്ഞാലേ അവിടെ നിന്നാ മതി. എന്തിനാമ്മ ഒന്ന് കേറിക്കോട്ടെ അമ്മ. ഇന്നവനും കൊടുത്താ മതി. ഞാൻ എന്ത് പിച്ചക്കാരിയാ തിന്നാൻ വലുതും കൊടുക്കാൻ? അമ്മ ഏച്ചു നിന്നോട് പറഞ്ഞല്ലോ, നിനക്കൊരു പണിഷ്മെന്റിന്റെ ആവശ്യമുണ്ട്. അടുക്കള കയറണ്ട, നീ അവിടെ അങ്ങ് നിന്നാ മതി. അമ്മ ഇത് കുറച്ച് ഓവറാണ്ടാ. അമ്മ ഓവറാ, നിന്നെ ഉണ്ടല്ലോ. ഓടിക്കോടുന്ന്. എന്തോന്നമ്മ പാവം ചേച്ചി. അത് തന്നെ, അടുക്കള കയറി എന്തോ ഇത്ര പണിയായിരുന്നു. അതൊക്കെ ശരി തന്നെയാണ്, അടുക്കള കയറി പണിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ശിക്ഷ കൊടുത്തത്. അടുക്കള കയറുമ്പോഴേ ശ്രദ്ധ വേണം. നിങ്ങളൊരു പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിലേ ശരിയാവില്ല. ഈ തീയും ഗ്യാസും തമ്മിലുള്ള കളിയാ. അവിടെ കോപ്രായം കാണിച്ചിട്ടുണ്ടെന്നുണ്ടെ കാര്യമൊന്നും നടക്കൂല. എന്നാണ് നോട്ട് കിട്ടേക്കുന്നത്? നിന്റെ സംസാരം അത്ര ശരിയല്ല. പാവുണ്ട്, നിനക്ക് എന്തൊക്കെ സാധനം ഉണ്ടാക്കി തരുന്ന ചേച്ചി. ഞാനും ചേച്ചി അങ്ങനെ വഴക്കുണ്ടാവും പിന്നെ കൂട്ടാവും. രണ്ട് വഴക്കാളികൾക്കും തരുന്നുണ്ട്. അമ്മ ഇത് കേറിക്കോട്ടെ. പാവം കേട്ടോ, ഏതെല്ലാം വഴി കൂടാണ് കയറി പറഞ്ഞത്. കഷ്ടം തന്നെ. ഇന്നെന്തായാലും നീ കിച്ചണിൽ കയറണ്ട. അപ്പൊ നാളെ കേറിക്കോട്ടെ. നാളെ ഞാൻ പറയാം. നാളെ പറയാന്നാ? അത് പറ്റൂല. ലച്ചു കേറുവാണെങ്കിൽ ഇന്ന് കേറും, ഇല്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും കേറൂല. ബെറ്റുണ്ടാ? ഷാർപ്പുന്ന കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ചേച്ചി എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഇവിടെ ഇരിക്കാൻ പറ്റൂലേ? ഇനി ഞാൻ ഗേറ്റിന് പുറത്തു പോകണം, അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കണം. ഇനി ഞാൻ എന്റെ പൊന്നി ചേച്ചി വേറെ എവിടെയും പോയിരിക്കണ്ട, വീട്ടിനകത്ത് തന്നെ വന്ന് കയറി ഇരുന്നാൽ മതി. കുറച്ച് കഴിയുമ്പോൾ അമ്മ തന്നെ ഒന്ന് വിളിച്ചോളും. ലച്ചുവേ വാടി, അടുക്കള കുറച്ച് പണിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ അമ്മ വിളിച്ചാലും ഞാൻ അടുക്കളയിൽ കയറൂല, അത് ഞാൻ ഓൾറെഡി തീരുമാനിച്ചാണ്. ചേച്ചിയുടെ വാശിയാണ് എല്ലാത്തിനും കാരണം. എനിക്ക് കുറച്ച് വാശിയുണ്ട്. ഞാൻ നിങ്ങളെ പോലെ സ്കൂളിലോ നേഴ്സറി പഠിക്കുന്ന കൊച്ചൊന്നും അല്ലല്ലോ. കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയല്ലേ. ഞാൻ ഒരു ഭാര്യയാണ്, ഒരു മരുമകളാണ്. ഇപ്പൊ ഒരു പരിധിവരെയൊക്കെ സഹിക്കും. അതും കൂടെ കഴിഞ്ഞാണ്ടല്ലോ ആരും സഹിക്കാൻ നിൽക്കില്ല. ചേച്ചി ഇത്രയും വലുതായിട്ട് ഒരു വിലയും കിട്ടുന്നില്ലല്ലോ. ആര് പറഞ്ഞു എനിക്ക് വില കിട്ടുന്നില്ലെന്ന്? എനിക്ക് വില കിട്ടണമെങ്കിൽ ആണെങ്കിലേ അങ്ങ് കുഴിപ്പളത്തോട്ട് വാ. അവിടെ ഞാൻ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പോകില്ല കാര്യങ്ങള്. അതിപ്പോ ചേച്ചി പറയുന്നല്ലേ. ശിവ, എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സത്യം പറഞ്ഞാൽ നിങ്ങളാണ് എനിക്ക് വിലയൊന്നും തരാത്തെ. ഞാൻ ഈ വീട്ടുകാരിയാണെന്ന് ഒരു ആരും അംഗീകരിക്കണ പോലും ഇല്ല. എല്ലാരും പറഞ്ഞു കുഴിപ്പളത്തുകാരിയാക്കി. ചേച്ചേ, ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഴിപ്പളത്തോട്ട് പോകും. ചേച്ചി എന്ത്? എനിക്ക് മടുത്തടാ, അതുകൊണ്ടാണ് ഞാൻ പോണെന്ന് പറയണത്. ലച്ചു, ഈ പിള്ളേരെ കൊണ്ട് ഇവിടെ വന്നിരിക്കണോ? നീ ഒന്ന് കഴിക്കണ്ടേ? ഞാൻ പിള്ളേരെയും പിടിച്ച് ഇവിടെ വന്നിരുന്നൊന്നുമല്ല. ഞാൻ ഇവിടെ ഇരുന്നപ്പോ അമ്മയുടെ പിള്ളേരാണ് ഇങ്ങോട്ട് വന്നത്. ഒന്ന് കഴിക്കണ്ടേ നിനക്കൊന്നും? വന്നു പോലെ കഴിക്കാൻ നോക്ക്. ചേച്ചി വായിച്ച് കഴിക്കാം. എനിക്കൊന്നും വേണ്ട. പിന്നെ ചേച്ചി എന്ത് കഴിക്കും? ഒരു നേരം കഴിച്ചില്ലെന്നും പറഞ്ഞൊന്നും സംഭവിക്കൊന്നുമില്ലല്ലോ. എനിക്ക് വേണ്ട. വേണ്ടെന്നാ? എന്തേ ചെവി കേട്ടൂടെ? വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ഒന്ന് വന്ന് കഴിക്കില്ലച്ചു. അമ്മ ഒരു കാര്യം ചെയ്യാം. അമ്മയുടെ പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോയി ചോറുണ്ട്. അപ്പൊ നീ കഴിക്കണില്ലെന്ന് തീരുമാനിച്ചാ? തീരുമാനിച്ചു. അതെന്താ? എന്നെ കയറ്റാത്ത അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കുന്നില്ല, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഓ അങ്ങനെ സവാലമ്മ.
ശരി, എന്നാൽ പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോകില്ല. രാവിലെ 1-2 ഇഡ്ഡലിയല്ലേ കഴിച്ചിട്ടുള്ളൂ. വല്ലയിടത്തും തലയിട്ട് വീണാലേ ഞാൻ തിരിഞ്ഞു നോക്കില്ല. ഞാൻ ചത്താലും ഒന്നും പറഞ്ഞ് അങ്ങോട്ട് വരില്ല. എന്റെ പൊന്നി ചേച്ചി ഉമ്മ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കല്ലേ. ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങനെ നിങ്ങളുടെ നടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അച്ഛൻ വന്ന് ഇതിൽ കയറും. അച്ഛൻ വന്ന് കയറി അറിയാല്ല കൂട്ടത്തല്ലി കിടക്കാം അടുക്കള തുടങ്ങി അടി. അത് തന്നെ, അകത്തോട്ട് വാ ചേച്ചി. എന്ത് അത് തന്നെയെന്ന്? അടുക്കള കയറരുതെന്ന് പറഞ്ഞു, ഞാൻ കയറുന്നില്ല. ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ ഉടനെ ഞാൻ കഴിക്കണോ? ഇതെന്താണ് ഏകാധിപത്യോ? എടാ, എനിക്കൊരു തീരുമാനം എടുക്കാനുള്ള അവസരമൊന്നും ഈ കുടുംബത്തില്ലേ? ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കുടുംബത്ത് കൂടിയേ തീരുള്ളൂ. ഇതേ അച്ഛനേക്കാൾ വലിയ വട്ടാണ്. വാ, നിങ്ങൾ വന്ന് കഴിക്ക്. വാ പിള്ളേരെ. പാറുവേ വാ. ചേച്ചി ചോറ് കഴിക്കാതെ ഞാൻ കഴിക്കൂല. പാറു കളിക്കാതെ വന്നേ, വന്ന് കഴിക്കാൻ നോക്ക്. ഞാനും വരണില്ല അമ്മ. ചേച്ചി പട്ടിണി എടുക്കുമ്പോ ഞാൻ അങ്ങനെ കഴിക്കുക. പിന്നെ അവർ രണ്ടുപേരും കഴിക്കാൻ സ്ഥിതിക്ക് ഞാനും കഴിക്കണ്ടമ്മ. ഞാൻ പറഞ്ഞു പറയിപ്പിച്ചൊന്നുമല്ല, ഇവരെടുത്ത തീരുമാനമാണ്. അമ്മ നോക്കണ്ട, ഞങ്ങൾ ആരും കഴിക്കുന്നില്ല. ശരി, നിനക്ക് വിശപ്പില്ലെങ്കിൽ എനിക്ക് വിശപ്പുണ്ട്. ഞാൻ വല്ലതും പോയി കഴിക്കട്ടെ. അതേ, എനിക്കാരെയും കൈയും കാലും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കും. വേറെ വരണണ്ട? ഇല്ല. എന്നാ കഴിക്കണ്ട. ചേച്ചി എന്ത് ചേച്ചി? വേണ്ടേ? വേണ്ട, വേണമെങ്കിൽ പോയി കഴിക്കടാ. വേണ്ട, ഇനിയിപ്പോ എനിക്ക് മാത്രമായിട്ട് ഞാൻ എന്തിനാ പോയി കഴിക്കണം?